നോട്ട് ഓൾ മുസ്ലിംസ് ബട്ട് ഓൾവേസ് എ മുസ്ലിം. ഈ കമന്റ് ഇട്ടവനോട് നാണമുണ്ടോ നിനക്ക്? പേൽഗാവിലെ ആക്ട് ഓഫ് ഇസ്ലാമിക് ടെററിസം, ഹിന്ദു കോനെ മുസൽമാൻ കോനെ എന്ന് ചോദിച്ച് ജനേന്ദ്രവും ID കാർഡും ഒക്കെ നോക്കി ഹിന്ദു ആണെന്ന് ഉറപ്പുവരുത്തി 26 പേരെ ഷോട്ട് ഇൻ കോൾഡ് ബ്ലഡ്. മേക്ക് നോ മിസ്റ്റേക്സ്, ദിസ് ഇസ് ആൻ ആക്ട് ഓഫ് ടെററിസം, ഇസ്ലാമിക് ടെററിസം. പക്ഷേ ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും ചില മീഡിയ ഔട്ട്ലെറ്റുകളിൽ നിന്നും a certain narrative is being spread. നമ്മുടെ കശ്മീരി സഹോദരങ്ങൾക്കെതിരെ, ഈ നാട്ടിലെ എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ ഒരു നറേറ്റീവ്, ഈ നാടിനെ കമ്മ്യൂണൽ വയലൻസിലേക്ക് തള്ളിവിടാൻ കെൽപ്പുള്ള ഒരു നറേറ്റീവ്. ആ നറേറ്റീവ് എന്താണെന്നല്ലേ? മുസ്ലിംസ് എന്നും ഇന്ത്യക്ക് ഒരു ത്രെട്ടായിരുന്നു, ത്രെട്ടാണ്, ത്രെട്ടായിട്ട് തന്നെ തുടരും. മതവറിപ്പുണ്ട് തലച്ചോറ് മരവിച്ചിട്ടില്ലെങ്കിൽ ചിന്തിക്കും, ഇത്രയും ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുമ്പോൾ അവരെന്തിന് സാക്ഷികളുണ്ടോ എന്ന് ഉറപ്പുവരുത്തി? ആ ബാക്കി വെച്ച സാക്ഷികളും ഹിന്ദുക്കളല്ലേ? ഇത്രയും വിദ്വേഷം ഹിന്ദുക്കളോടുണ്ടെങ്കിൽ അവരെല്ലാവരെയും കൊല്ലില്ലേ? സോ ദിസ് മേക്സ് ഇറ്റ് ക്ലിയർ, ദിസ് ഇസ് എ വെരി വെൽ ക്രാഫ്റ്റഡ് പ്ലാൻ ടു ഇൻസ്റ്റിഗേറ്റ് കമ്മ്യൂണൽ വയലൻസ് അമോങ് ഇന്ത്യൻസ്. സോ നേരത്തെ പറഞ്ഞ അതേ നറേറ്റീവിന് തിരികൊളുത്തുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. മുസ്ലിം വിദ്വേഷം പറഞ്ഞു പരത്തുന്നവർ ഒന്നോർക്ക്, ടൂറിസ്റ്റുകളെ രക്ഷിക്കാനായി തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് അവരുടെ തോക്ക് തട്ടിപ്പറിച്ചു അതേ തോക്കിന്റെ വെടിയുണ്ടക്കിരയായ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ഒരു കശ്മീരി ആണെന്നോ മുസ്ലിം ആണെന്നോ ഞാൻ പറയുന്നില്ല. ടു മീ ഹി ഈസ് എൻ ഇന്ത്യൻ ആൻഡ് ഹി റെപ്രസെന്റ്സ് വാട്ട് ഇന്ത്യ ട്രൂലി സ്റ്റാൻഡ്സ് ഫോർ. തീവ്രവാദം ഒരു മതത്തിന് കുത്തകയല്ല. ഗാന്ധിയെ കൊന്നത് ഹിന്ദുത്വ തീവ്രവാദികളാണ്. ഇന്ദിരാഗാന്ധിയെ കൊന്നത് ഖലിസ്ഥാനി തീവ്രവാദികളാണ്. എന്തിന്? കഴിഞ്ഞ മാസം ബാംഗ്ലൂരിൽ നിന്ന് പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്ത് പിടിച്ച എഞ്ചിനീയറുടെ പേര് ദീപ് രാജ് ചന്ദ്ര ഫ്രം രാജ്യസ്നേഹികളുടെ സ്വന്തം UP. കഴിഞ്ഞ ദിവസം റിട്ടയർഡ് മേജർ ജനറൽ GD ബക്ഷി പറഞ്ഞ ഒരു ക്ലിപ്പിംഗ് ഞാൻ കണ്ടു. Our forces were cut down by 1,80,000. Who did it? What about the threat assessment? You saved money. You saved money to get these people killed, damn you. ജനറൽ ബക്ഷി പറഞ്ഞ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. We are surrounded by enemies. And a reminder to my fellow Indians, a house divided against itself cannot stand.